വീണ്ടും വരുന്നവനായ കഥാവായ യേശുവിൻ്റെ നിസ്തുല നാമം ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിൻ്റെ സ്നേഹത്താൽ നമ്മെ തെരഞ്ഞെടുക്കുകയും ദൈവത്തിൻ്റെ പദ്ധതികൾക്ക് വേണ്ടി വിളിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നവരായിരിക്കുന്ന നാം ഓരോരുത്തർക്കും ഓരോ ദിവസത്തിലും നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. ഇല്ലെങ്കിൽ നാം ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ് ഓരോ പ്രഭാതത്തിലും ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അടുത്ത് വരിക, ദൈവമുഖത്തേക്ക് നോക്കുക, ദൈവത്തിൽ നിന്ന് കേൾക്കുക, ആലോചനയെ പ്രാപിക്കുക, നമ്മുടെ കാര്യങ്ങളെല്ലാം നമ്മുടെ അപ്പൻ്റെ അടുക്കലേക്ക് പറയുക. അന്നത്തെ ദിവസം നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി മാറുവാൻ അത് നമ്മെ സഹായിക്കും. കാരണം ദൈവം അത് ആഗ്രഹിക്കുന്നു. നമ്മുടെ ഈ ലോകത്തിലെ അപ്പനും അമ്മയും മക്കൾ അടുത്തേക്ക് ചെല്ലുന്നത്, അവരുടെ കാര്യങ്ങൾ പറയുന്നത്, അവർക്ക് ആവശ്യമായിരിക്കുന്ന ഒരു സഹായം തേടുന്നത് ഒക്കെ അപ്പനും അമ്മയ്ക്കും ഇഷ്ടമായിരിക്കുന്നത് പോലെ അതിനേക്കാൾ 100 ഇരട്ടിയായി സ്വർഗസ്ഥനായിരിക്കുന്ന പിതാവ് നമ്മെ ദാഹത്തോടെ കാത്തിരിക്കുകയാണ്. നാം എപ്പോൾ ദൈവത്തിൻ്റെ അടുക്കലേക്ക് ചെല്ലുമെന്ന്. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു, 300 വർഷക്കാലം ദൈവത്തോട് കൂടെ നടന്നു. ഭൂമിയിലെ ഉത്തരവാദിത്വങ്ങളും നിർവഹിച്ചു ദൈവത്തിന് പ്രിയപ്പെട്ടവനായി. അതുപോലെ ഓരോ ദിവസവും ദൈവത്തോട് കൂടെ നടക്കുവാനും നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ, ആവശ്യങ്ങൾ, അത്യാവശ്യങ്ങളെല്ലാം ചെയ്യുവാനും ദൈവം സഹായിക്കുവാനായി കടങ്ങളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, കർത്താവേ, അവിടുത്തെ നിത്യ സ്നേഹം കൊണ്ട് ഞങ്ങളെ സ്നേഹിച്ചിരിക്കുകയാണ്. പർവ്വതം മാറും, കുന്നുകൾ നീങ്ങിപ്പോകുമെങ്കിലും എൻ്റെ ദയ നിങ്ങളെ വിട്ട് മാറിപ്പോവുകയില്ലെന്ന് അരുളി ചെയ്തിരിക്കുന്ന ദൈവം, ഞങ്ങളോടുള്ള അവിടുത്തെ ദയ ദീർഘമായിരിക്കാലെ സ്തോത്രം അപ്പച്ച. അങ്ങ് ഞങ്ങളെ മഹാകരുണയോടെ ദൈവമേ കരുതുന്നതിനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ദീർഘക്ഷമയോടെ അങ്ങ് ഞങ്ങളെ കാത്തിരിക്കുന്നതിനായി നന്ദിയോടെ സ്തുതിക്കുന്ന അപ്പച്ച. പലപ്പോഴും ഞങ്ങൾക്ക് തന്നെ ഞങ്ങളുടെ വാക്കും പെരുമാറ്റങ്ങളും ഒന്നും ഉൾക്കൊള്ളുവാൻ കഴിയാതിരിക്കുമ്പോഴും ദൈവം ദീർഘക്ഷമയുള്ളവനായിരിക്കാലെ ഞങ്ങളെ തള്ളിക്കളയാതെ പിന്നെയും അവിടുന്ന് ഞങ്ങളെ അങ്ങോട്ട് ചേർത്ത് പിടിക്കുന്നതിനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്ന പച്ച. നിന്നെ ഞാൻ എൻ്റെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുന്നു, നീ എനിക്ക് വിലയേറിയവനും മാന്യനുമെന്ന് പറഞ്ഞ് അവിടുന്ന് ഞങ്ങളെ ആശ്വസിപ്പിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നതിനായി സ്തോത്രം. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഞാൻ നിന്നെ സഹായിക്കുമെൻ്റെ നീതിയുള്ള വലങ്കരം കൊണ്ട് ഞാൻ നിന്നെ താങ്ങുമെന്ന് ഇന്ന് ജീവിതത്തിൻ്റെ പ്രയാസങ്ങളിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ആരെയൊക്കെയോ നോക്കി കർത്താവ് പറയുന്നതിനായി നന്ദി. സഹോദര സഹോദരി, നിങ്ങൾ ഭയപ്പെടേണ്ട, കർത്താവ് നിങ്ങളോട് കൂടെ ഉണ്ട്. നിങ്ങളെത്ര ബലഹീനരെന്ന് തോന്നിയാലും, ആ പ്രതിസന്ധിയെ മറികടക്കുവാൻ നിങ്ങൾക്കൊട്ടും ശക്തിയില്ല എന്ന് തോന്നിയാലും, ശക്തനായിരിക്കുന്നൊരു ദൈവം, വിട്ടുമാറാത്ത സാന്നിധ്യമായി നിങ്ങളോട് കൂടെ ഇരിക്കുന്നതിനായി നന്ദി. ആ വിഷയത്തിൽ ശത്രുവിന് നിങ്ങളെ പരാജയപ്പെടുത്തുവാൻ കഴിയാതെ വണ്ണം ഉന്നം വെച്ച വൈരിയുടെ കണ്ണിൻ്റെ മുമ്പിൽ പതറിപ്പോകാതെ അവൻ്റെ ആയുധങ്ങളുടെ മുനകളെ ഒടിച്ചു കളയുന്നതിനായി നന്ദി. ചില ഭീഷണിയുടെ വാക്കുകളെ അവൻ ക്യാൻസൽ ചെയ്യുന്നതിനായി സ്തോത്രം. അപ്പോൾ അങ്ങ് ക്യാൻസൽ ചെയ്യുന്നതിനായി ഞങ്ങൾ നന്ദി പറഞ്ഞ് സ്തുതിക്കുന്ന കർത്താവേ. ദുഷ്ടൻ്റെ ആയുധങ്ങൾ നശിക്കട്ടെ, അവൻ്റെ തന്ത്രങ്ങൾ കർത്താവേ, ഈ പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വിരോധമായി പിശാചുയർത്തുന്ന എല്ലാ തന്ത്രങ്ങളുടെ മേൽ യേശുവിൻ്റെ രക്തത്താൽ ഞങ്ങൾ ജയമെടുത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. തലമുറകളെ വീഴിക്കുവാൻ, ഈ പ്രിയപ്പെട്ടവരുടെ ദൈവമേ സഹോദരങ്ങളെ വീഴിക്കുവാൻ, മദ്യപാനത്തിൻ്റെ അടിമപ്പെടുത്തി കളയുവാൻ, ലഹരിയുടെ അടിമത്തങ്ങളിലേക്ക് കൊണ്ടുപോകുവാൻ ഒക്കെ പിശാച് വിരിച്ചിരിക്കുന്ന വലകളിൽ നിന്ന്, കുടുക്കുകളിൽ നിന്ന്, കെണികളിൽ നിന്ന് അവരെ വിട്ടുമാറാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പച്ച. പക്ഷി കെണിയിൽ നിന്ന് പറന്നുയരുന്നത് പോലെ, വേട്ടക്കാരൻ്റെ കുടുക്കുകളിൽ നിന്ന് കർത്താവെ സ്വതന്ത്രമാകുന്നത് പോലെ പിശാച് ഒരുക്കിയിരിക്കുന്ന എല്ലാ കെണികളിൽ നിന്നും ഞങ്ങളും ഞങ്ങളുടെ തലമുറകളും വിടുവിക്കപ്പെടുവാനായി പ്രാർത്ഥിക്കുന്നു. എല്ലാ കാലതാമസങ്ങളെ ഞങ്ങൾ ക്യാൻസൽ ചെയ്യുന്ന പച്ച. എല്ലാ ദൈവമേ തടസ്സങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. അത് ചില ഭവനത്തിൻ്റെ പണികൾക്കുള്ളത്, ചില മാനസാന്തര അനുഭവങ്ങൾക്കുള്ള തടസ്സങ്ങൾ, കർത്താവേ സ്തോത്രം, വസ്തുക്കൾ വിൽക്കുന്നതിനും വാങ്ങുന്നതിനുമുള്ള തടസ്സങ്ങൾ, ലോണുകൾ ദൈവമേ ലോണുകൾ എടുക്കുന്നതിനും അത് വീട്ടി തീർക്കുന്നതിനുമുള്ള തടസ്സങ്ങൾ, താമസങ്ങൾ എല്ലാം ഞങ്ങൾ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്ന പച്ച. ദൈവം ഒരുക്കിയിരിക്കുന്ന സകല നന്മയും തക്ക സമയത്ത് പ്രാപിക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. ഞാൻ അരുളി ചെയ്തത് ഞാൻ ശീഘ്രത്തിൽ നിവർത്തിക്കുമെന്ന് അരുളി ചെയ്തിരിക്കുന്ന കർത്താവ് അപ്പാ, ഞങ്ങളും ഞങ്ങളുടെ തലമുറകളും കേട്ടിരിക്കുന്ന എല്ലാ ദൈവികമായിരിക്കുന്ന വാഗ്ദത്തങ്ങളും, അത് കർത്താവെ വിദ്യാഭ്യാസത്തെക്കുറിച്ചോ ജോലിയെക്കുറിച്ചോ ഭവനങ്ങൾ വാങ്ങിക്കുന്നതിനെക്കുറിച്ചോ ദൈവമേ ദൈവരാജ്യ സംബന്ധമായ ശുശ്രൂഷയെക്കുറിച്ചോ അതേതു വിഷയത്തിലാണെങ്കിലും കേട്ട വാഗ്ദത്തങ്ങൾ തക്ക സമയത്ത് നിറവേറ്റപ്പെടുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിലെ പ്രിയപ്പെട്ട ഓരോ കുടുംബങ്ങളെയും ഞങ്ങൾ അനുഗ്രഹിക്കുന്നപ്പ. ഇന്ന് കർത്താവെ അവർ കണ്ണുനീരോടെ ഇരിക്കുന്നുവെങ്കിൽ ആ കണ്ണുനീരിനെ അവിടെ നിന്ന് തുടയ്ക്കണമേ കർത്താവെ. അവിടെ നിന്ന് അവരെ
ആശ്വസിപ്പിക്കണമേ, ബലപ്പെടുത്തണമേ. ആവശ്യങ്ങൾ കർത്താവെ നിറവേറ്റുന്നതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവിക സംരക്ഷണം അവരുടെ ഭവനങ്ങളിൽ വരട്ടെ. കർത്താവെ, കുറവ് തീരാതെ കിടക്കുന്ന ഭവനങ്ങൾ പൂർത്തീകരിക്കപ്പെടുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവരെന്ന് പകൽക്കാലവും അവിടുന്ന് സൗഖ്യമാക്കണമേ, വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ചില സ്കാനിങ്ങുകൾക്കായി, ടെസ്റ്റുകൾക്കായി കടന്നു പോകുന്ന പ്രിയപ്പെട്ടവർ യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ ഭയം വിട്ട് മാറി പൂർണ്ണ വിടുതൽ അനുഭവിക്കുവാൻ, കർത്താവെ തികച്ചും നോർമലായിരിക്കുന്ന റിസൾട്ടുകൾ അവർ പ്രാപിക്കുവാൻ യേശുവിൻ്റെ നാമത്തിൽ ഈ പ്രിയപ്പെട്ടവരെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ചില ബയോപ്സി റിസൾട്ടുകൾ, പത്തോളജി റിസൾട്ടുകൾ എല്ലാം ദൈവമേ നോർമലായിരിക്കട്ടെ. ഭയപ്പെടുന്നതൊന്നും സംഭവിക്കാതെ വണ്ണം ഡോക്ടേഴ്സ് പറഞ്ഞ വാക്കുകളെ ഞങ്ങൾ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. മറ്റുള്ളവർ, മനുഷ്യർ പറഞ്ഞത്, പിശാച് പറഞ്ഞിരിക്കുന്ന എല്ലാറ്റിനെയും ഞങ്ങൾ ക്യാൻസൽ ചെയ്യുന്ന യേശുവിൻ്റെ നാമത്തിൽ ജയത്തിൻ്റെ വാക്കുകൾ പറയുവാൻ, സൗഖ്യത്തിൻ്റെ വാക്കുകൾ പറയുവാൻ, കർത്താവെ നന്മയുടെ വാക്കുകൾ പറയുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ ഓരോ കുടുംബത്തെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായത്തിൽ അതിൻ്റെ 1-ാം വാക്യത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: ദൈവം നോഹയെയും അവനോടുകൂടെ പെട്ടകത്തിലുണ്ടായിരുന്ന സകല ജീവികളെയും മൃഗങ്ങളെയും ഓർത്തു. തുടർന്ന് അതിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു: 7-ാം മാസം 17-ാം തീയതി ആ പെട്ടകം അരാരത്ത് പർവ്വതത്തിൽ ഉറച്ചു. ഹല്ലേലൂയ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദഭാഗം. എല്ലാവർക്കും അറിയാമായിരിക്കും, ദൈവം ഒരു വെള്ളപ്പൊക്കത്താൽ ആ ഭൂമിയെ മുഴുവൻ നശിപ്പിച്ചു. ഭൂമിയിലുള്ള സകല മനുഷ്യരെയും, സകല മൃഗങ്ങളെയും, സസ്യത്തെയും എല്ലാറ്റിനെയും നശിപ്പിക്കുമ്പോൾ നോഹയെയും നോഹയോടുകൂടെ ഈ ഭൂമിയിലുള്ള സകല മൃഗങ്ങളിൽ നിന്നും, ഇടജാതികളിൽ നിന്നും, പക്ഷികളിൽ നിന്നും, എല്ലാറ്റിൽ നിന്നും ഈരണ്ടായി എല്ലാ മൃഗജാതികളെയും സകല ജീവികളെയും കർത്താവ് പെട്ടകത്തിൽ ഉള്ളിലാക്കി രക്ഷിക്കുന്നു. അങ്ങനെ ദൈവം ആ വെള്ളപ്പൊക്കമുണ്ടാക്കി. അത് 40 രാവും പകലും കണ്ടിന്യൂസ് ആയിട്ട് വെള്ളം പൊങ്ങിയപ്പോഴേക്കും ആ പെട്ടകം നോഹ ഉണ്ടാക്കിയിരുന്ന സ്ഥലത്ത് നിന്നും അതിങ്ങനെ ഒഴുകി നടക്കാൻ തുടങ്ങി. ലോകത്തിലുള്ള സകല ജീവികളും നശിക്കുമ്പോൾ നോഹയും നോഹയോടൊപ്പം ഉണ്ടായിരുന്ന ആ ജീവികളും വെള്ളത്തിൽ ഒഴുകി നടക്കുകയാണ്. അവർക്ക് അതിനുള്ളിൽ പുറത്തെന്ത് സംഭവിക്കുന്നുവെന്ന് അവർക്കറിയില്ല. പല ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ടായിരിക്കും, പലത് സംഭവിക്കുന്നുണ്ടായിരിക്കും. ഇവർ ആ പെട്ടകത്തിനുള്ളിൽ അടയ്ക്കപ്പെട്ടതുപോലെ നോഹയും കുടുംബവും ആ ജീവികളും ഇങ്ങനെ വെള്ളത്തിൻ്റെ മുകളിൽ ഒഴുകി നടക്കുകയാണ്. അങ്ങനെ അവിടെ എഴുതിയിരിക്കുന്നു, ദൈവം ഓർത്തു. വെള്ളപ്പൊക്കമുണ്ടായി സകലതിനെ നശിപ്പിക്കുവാൻ തക്കവണ്ണം കൽപ്പന കൊടുത്ത ദൈവം നോഹയെ ഓർത്തു. അപ്പോൾ ദൈവം ഒരു കാറ്റടിപ്പിച്ചു. ആഴിയുടെ ഉറവകളെയും ആകാശത്തിൻ്റെ വാതിലുകളെയും ദൈവം അടയ്ക്കുന്നു. മഴ നിന്നു. അതിനുശേഷം പറയുന്നു, 7-ാം മാസം 17-ാം തീയതി ആ പെട്ടകം അരാരത്ത് പർവ്വതത്തിൽ ഉറച്ചു. ഹല്ലേലൂയ. വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു വചനം. എത്ര വെള്ളം വന്നാലും പ്രിയപ്പെട്ടവരെ, ആ ദിവസം വരെയും വെള്ളം പൊങ്ങിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. പക്ഷേ യഹോവ ഒരു കാറ്റടിപ്പിച്ചൊരു കൽപ്പന കൊടുക്കുമ്പോൾ ഇതായിട്ട് എഴുതിയിരിക്കുന്നു, 7-ാം മാസം 17-ാം തീയതി ആ പെട്ടകം അവിടെ ഉറച്ചു. ലോകം മുഴുവൻ നശിക്കുമ്പോഴും നോഹയെ ഓർത്ത് ദൈവം ആ പെട്ടകത്തെ ആ പർവ്വതത്തിൽ ഉറപ്പിച്ചതുപോലെ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലും ദൈവം നിങ്ങളെ ഓർക്കട്ടെ. ചില കാര്യങ്ങളിൽ നിങ്ങൾ ഇതുവരെയും ദൈവം എന്നെ മറന്നോ എന്ന് വിചാരിക്കുന്നിടത്ത് ദൈവം നിങ്ങളെ ഓർത്ത് നിങ്ങളെയും നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ആ പെട്ടകം അവിടെ ഉറച്ചതുപോലെ ഇതുവരെ അനുഭവിച്ച ഉലച്ചിലുകളിൽ നിന്ന് എന്താകുമെന്നറിയില്ല, എവിടെ ഉറയ്ക്കുമെന്നറിയില്ല, എങ്ങനെ ഉറയ്ക്കുമെന്നല്ല, ചുറ്റും വെള്ളം പോലെ പ്രശ്നങ്ങൾ വന്ന് മൂടിക്കിടക്കുകയാണെന്ന് തോന്നുമ്പോഴും ദൈവം നിങ്ങളെ ഉറപ്പിക്കുവാൻ തക്കവണ്ണം ഒരു പർവ്വതം ഒരുക്കട്ടെ. ക്രിസ്തു വന്നൊരു പാറയെ നിങ്ങൾക്കായിട്ട് ഒരുക്കട്ടെ. നിങ്ങൾ ഏത് വിഷയത്തിൽ എത്രമാത്രം കരയുന്നു, മറുപടിയില്ല, ഇതിനൊരു പരിഹാരമില്ലെന്ന് വിചാരിച്ചാലും ദൈവം നിങ്ങളെ ഉറപ്പിക്കുക തന്നെ ചെയ്യും. അങ്ങനെ നോഹയെ ഓർത്തതുപോലെ നിങ്ങളെയും നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ദൈവം ഓർക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ.